നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന് ഇന്ന് 100 ദിവസം. ജനസ്വീകാര്യതയും അഴിമതി വിരുദ്ധ നിലപാടുമാണ് സർക്കാരിന്റെ പ്രധാന കരുത്തായി വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിസഭയിൽ ദളിത് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയത് ഉൾപ്പെടെയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നീക്കങ്ങളും ശ്രദ്ധ നേടിയിട്ടുണ്ട്. നിയമസഭാ നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനം, സ്ത്രീ സുരക്ഷയ്ക്കുള്ള പ്രത്യേക സേന, ടാസ്മാക്കിലെ പരിഷ്കരണ നടപടികൾ, സ്ത്രീകൾക്കായുള്ള ക്ഷേമനിധികൾ, നിക്ഷേപ ധാരണ പത്രങ്ങൾ എന്നിവ സർക്കാർ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നു. അതേസമയം മന്ത്രിമാരുടെ പരിചയക്കുറവ് സർക്കാരിന്റെ പ്രധാന ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. മുൻ സർക്കാരിന്റെ പദ്ധതികൾക്ക് പേരുമാറ്റം വരുത്തുന്നതല്ലാതെ കാര്യമായ മാറ്റങ്ങളില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. അഴിമതി ആരോപണങ്ങൾക്കുള്ള നേതാക്കളെ സ്വീകരിച്ചതും സർക്കാരിന്റെ അഴിമതി വിരുദ്ധ നിലപാടിനെതിരെ ചോദ്യമുയർത്തി. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധത്തിലെ വ്യക്തത കുറവും മറ്റൊരു വെല്ലുവിളിയാണ്. വിജയ് ഒഴിഞ്ഞ തിരുച്ചി ഈസ്റ്റ് ഉൾപ്പെടെ 7 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളാകും സർക്കാരിന്റെ ആദ്യ വലിയ രാഷ്ട്രീയ അഗ്നിപരീക്ഷ. ജനപ്രീതി വോട്ടായി മാറ്റാൻ വിജയ് സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇനി നിർണായകം.